നമസ്കാരം. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അലയടിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ഡീൽ. അതായത് സംസ്ഥാനത്ത് CPM-ഉം BJP-യും തമ്മിൽ അതിശക്തമായ ഒരു ഡീൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിനകത്ത് പ്രതിപക്ഷ നേതാക്കന്മാരിൽ എല്ലാവരും തന്നെ, ഉദാഹരണം പറഞ്ഞാൽ രമേശ് ചെന്നിത്തല, VD സതീശനാണ് ആദ്യം ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതായത് പാലക്കാട് ഒരു ഡീൽ നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട്, പിന്നീട് ചെങ്ങന്നൂരടക്കമുള്ള അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ എല്ലാം ഈ BJP-യും CPM-ഉം തമ്മിൽ ശക്തമായ ഡീൽ പ്രവർത്തിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതൊരു പുതിയ തന്ത്രമാണ്. ഇതുവരെയുള്ള തന്ത്രങ്ങളെല്ലാം പയറ്റി കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു തന്ത്രം, അതായത് ഇവിടെ CPM എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഘപരിവാർ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇനിയും LDF അധികാരത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തോ വലിയ ഭീഷണി ഉണ്ടാകും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡീൽ എന്ന് പറയുന്ന ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഇവർ അവതരിപ്പിക്കുന്നത്. ഇതൊരു LDF-ൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇതുവരെ ഇറക്കിക്കൊണ്ടുവന്ന എല്ലാ ചീട്ടുകളും ഈ വെറുതെ ആയതോടുകൂടി, അല്ലെങ്കിൽ ആ ചീട്ടുകളെല്ലാം പൊളിഞ്ഞു പാളീസായതോടുകൂടി പുതിയൊരു തന്ത്രം മെനയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രാധാന്യവും നമ്മൾ കാണേണ്ടതില്ല എന്നൊരു വസ്തുത അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഒരു കാര്യം അവിടെ അവശേഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് 2021 മുതൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡീല് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ആ ഡീലിൻ്റെ പിന്നിൽ ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു? ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം രാജ്യത്ത് ആകമാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമമാണെന്നാണ് പറയുന്നത്. അതായത് നരേന്ദ്രമോദിയും പിണറായി വിജയനോട് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന സമീപനം. നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് വളരാനാവശ്യമായ വളവും വെള്ളവും ഇട്ടുകൊടുത്തത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാം. ചരിത്രപരമായി അതിനൊരു ബാധ്യത കൂടിയുണ്ട്. നമുക്കറിയാം, രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന കാലത്താണ് ഈ രീതിയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശിലാന്യാസം നടത്തിക്കൊണ്ട് ഈ രാമക്ഷേത്രത്തിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തൊപ്പം കൂടിയത്. ഇത് നമുക്ക് ചരിത്രപരമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ഈ പറയുന്ന BJP-ക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി നമ്മുടെ രാജ്യം മാറിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ രാജ്യത്ത് പടർന്നു പന്തലിക്കാൻ ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് വ്യക്തം. അതോടൊപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ, ഇപ്പം നമുക്ക് അസമിൻ്റെ ഹിമന്ത് ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ ഈ BJP-യിലേക്ക് പോയി അംഗത്വം എടുത്തതും ഏതു തരം സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നമുക്കറിയാവുന്ന പോലെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ കുറച്ചു കാലം മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാലം പിടിച്ചകത്തിടാൻ കാരണക്കാരാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി BJP-ക്ക് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം മൊത്തത്തിൽ BJP-ക്ക് അടങ്കൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു രീതി കോൺഗ്രസ്സുകാർ കാലാകാലങ്ങളായി പിന്തുടരുന്നു. അപ്പം അതിൻ്റെ മേലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP അധികാരത്തോടു കൂടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് എന്ന് വ്യക്തം. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ രാഹുൽ ഗാന്ധി ആകട്ടെ, രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രസംഗത്തിന് ശേഷം കാര്യഗൗരവമായി പ്രസംഗിക്കേണ്ട ഒരു വേദിയിൽ നിന്ന് രാഹുൽ ഗാന്ധി എണീറ്റ് വന്ന് ഗാഠാലിംഗനം ചെയ്യുക, അത് എത്ര മോശപ്പെട്ട ഒരു സമീപനമാണ്. ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയിട്ട് ചെയ്താൽ പോരെ. പിന്നെ നമുക്കറിയാം, രാജസ്ഥാനിലെ ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് കൊണ്ട് കളഞ്ഞിട്ടാണ് അവിടെ പിന്നെ നമ്മുടെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അവിടെ നിന്ന് വിജയിച്ച് കയറിയതാരാ? അവിടെ നിന്ന് BJP-കാരനായ ഒരു നേതാവ് വിജയിച്ച് കയറുകയും അദ്ദേഹം മന്ത്രിയായി മാറുകയും ചെയ്തു. അപ്പം BJP-ക്ക് വേണ്ടിയിട്ട് വഴിവെട്ടി കൊടുക്കുന്നതും സ്വയം എന്താ പറയുക അപ്രസക്തമായി തീരുന്നതും കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോഴാണ് ചെന്നിത്തലയുടെ പുതിയ കണ്ടെത്തൽ 2021 മുതൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് രാജ്യത്ത് കോൺഗ്രസ് മുക്തമാകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി പ്രധാന CPM സ്ഥാനാർത്ഥികൾക്ക് എതിരായി BJP-ക്കാർ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ശരി, ഇവിടെ പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കെതിരെ BJP ശക്തരായ നേതാക്കന്മാരെ നിർത്തിയിട്ടില്ല.
ഇനിയും അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല പറയൂ, ഇങ്ങനെ കേരളത്തിൽ പ്രഗത്ഭന്മാരായ ഏത് മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാലും കണ്ണും പൂട്ടി ജയിക്കാൻ ശേഷിയുള്ള എത്ര സ്ഥാനാർത്ഥികളാണ് ബി ജെ പിക്ക് ഉള്ളത്, അല്ലെങ്കിൽ എത്ര നേതാക്കന്മാരാണ് ബി ജെ പിക്ക് ഉള്ളത്? മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞാൽ മതി. ചെന്നിത്തല അതിന് വ്യക്തമായൊരു മറുപടി പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ശക്തരായ എത്ര നേതാക്കന്മാരുണ്ട്? സുരേന്ദ്രൻ പോലും അത്രയ്ക്ക് ശക്തനായ ഒരു നേതാവേ അല്ല. ഇവിടെ നമുക്കറിയാം, നേമത്ത് ഒ രാജഗോപാലിന് വിജയിക്കാൻ വേണ്ട ഒരു വളം ഇട്ട് കൊടുത്തത് ഇവിടെ കോൺഗ്രസ്സുകാരാണ്, അല്ലാതെ CPM-കാരായിരുന്നില്ല. അതിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച ഒരു MLA ഉണ്ടായിരുന്നെങ്കിൽ ആ MLA-യുടെ പേര് ശിവൻകുട്ടി എന്നാണ്. അദ്ദേഹം പിന്നീട് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏത് മണ്ഡലം വേണമെങ്കിലും എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. എന്നാൽ പലയിടങ്ങളിലും BJPക്ക് വേണ്ടിയിട്ട് നിലവാരം കുറഞ്ഞ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് പാലക്കാട് സംഭവിച്ചത്. പാലക്കാട് നമുക്കെല്ലാവർക്കും അറിയാം, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി ശക്തയായ നേതാവ് തന്നെയാണ്. അവരെത്ര പോഴത്തം വിളിച്ചു പറഞ്ഞിരുന്നാലും ശരി, BJPയെ സംബന്ധിച്ചിടത്തോളം അതിശക്തയായ ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം ഏതുമില്ല. അവർ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിച്ച സാഹചര്യത്തിൽ പോലും ഒരു കാരണവശാലും BJPക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലാത്തിടങ്ങളിലൊക്കെ BJPക്ക് നല്ല വോട്ട് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. അത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ താരതമ്യേന എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, തീരെ പ്രാഗൽഭ്യമില്ലാത്ത, തീരെ പ്രവർത്തന പരിചയമില്ലാത്ത, ജനങ്ങളുമായി ഇടപഴകി ജീവിച്ചിട്ടില്ലാത്ത ഒരു താരത്തെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. താരപരിവേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുൻപ് ഇവിടെ ജഗദീഷ് മത്സരിച്ചു, ഭീമന്റെ വരെ മത്സരിച്ച ഒരു കാലമുണ്ടായിരുന്നു. KB ഗണേഷ് കുമാർ താരമായി മത്സരിക്കുന്നുണ്ടെങ്കിൽ R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളുടെ മകനായതുകൊണ്ടാണ്, കേരള കോൺഗ്രസ് Bയുടെ നേതാവായതുകൊണ്ടാണ്. അല്ലാതെ ഈ KB ഗണേഷ് കുമാർ സിനിമാ താരമായതുകൊണ്ടല്ല പത്തനാപുരത്ത് ജയിച്ചു കയറുന്നത്. ഇനിയും അതും പൊയ്ക്കോട്ടെ, കേരളത്തിൽ നിന്ന് എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് BJPയിലേക്ക് പക്ഷം ചവിട്ടിയത്? നമുക്കറിയാം, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 5ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരെല്ലാവരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിടുതൽ നേടി BJPയിൽ ചേർന്നവരാണ്. ആലോചിച്ച് നോക്കിക്കോളൂ. അത്രയും നേതാക്കന്മാരൊന്നും ഒരു കാലഘട്ടത്തിലും CPM-ൽ നിന്ന് BJPയിലേക്ക് പോയിട്ടില്ല. അപ്പം ഇവിടെ നമുക്കറിയാം, BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് ആവശ്യമായ മാൻ പവർ വരെ, അതായത് അവിടെയുള്ള ആൾക്കാരെ വരെ നൽകുന്ന, പ്രവർത്തകരെ വരെ നൽകുന്ന പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി. എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഡീൽ ഉണ്ടാക്കി എന്നുള്ള കാര്യം. തിരുവനന്തപുരം നഗരസഭ ഇവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട്, BJP വിജയിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറച്ച് കൊടുത്തവരാണ് കോൺഗ്രസ്സുകാർ. ഇതും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങൾ പരിശോധിക്കുമ്പോഴും രമേശ് ചെന്നിത്തല പറയുന്ന നിലപാടുകളോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ശക്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ശക്തരായ കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിക്കുന്നില്ല? ശക്തരായ CPM സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ടോ? അവിടെയും ശക്തന്മാരുടെ എണ്ണം കുറവാണെന്നേ. ശക്തരായ നേതാക്കന്മാരെന്ന് പറയാൻ മാത്രം നേതാക്കന്മാർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് അവിടെയും നിർത്താൻ കഴിയില്ല. ഇതാണ് പറഞ്ഞത് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞില്ലേ. അതായത് ഒരു ശക്തരായ BJP സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെ ദുർബലനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. അവിടെ നമുക്കറിയാവുന്ന പോലെ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ തൃപ്പൂണിത്തുറ K ബാബുവിനെതിരെ മത്സരിച്ചു. അവിടെ എന്നിട്ട് വോട്ട് മറിച്ചു കൊടുത്തു. KS രാധാകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയ കാര്യമല്ലേ BJPയുടെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി. V സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന നേമത്തെ സ്ഥാനാർത്ഥി വ്യക്തമാക്കിയതല്ലേ, തന്നെ എന്തിനാണ് അവിടെ നിർത്തിയെന്ന് വരെ ചോദിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും BJPക്ക് വശംവദരായി ജീവിക്കുന്നവർ തന്നെയാണ്, പ്രവർത്തിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ എന്ന് നമുക്ക് വ്യക്തമല്ലേ. തൃശ്ശൂരിൽ അങ്ങനെ അടിയറവ് വെച്ചില്ലേ. അപ്പം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്ന പുതിയൊരു തലത്തിലേക്ക്, പുതിയൊരു മുദ്രാവാക്യ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. എന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും എന്നിട്ടും പറയുകയാണ് ഇവിടെ CPM-ഉം BJPയും തമ്മിൽ ഡീലാണെന്ന്. അപ്പം ശരിക്കും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല വ്യക്തമായി സ്വന്തം പാർട്ടിയെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് തങ്ങളുടെ പാർട്ടിയിൽ നിന്ന്, അതായത് ദേശീയ തലത്തിലുൾപ്പെടെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എത്രയോ അധികം ആളുകൾ, വിരലിലെണ്ണിയാൽ പോലും ഒടുങ്ങാത്തത്രയും അധികം ആളുകൾ രാജ്യത്ത് നിന്ന്, ദേശീയ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മറുകണ്ഠം ചാടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധിക്ക് പോലും അവരുടെ MP-മാരെ കൊണ്ടുവന്ന് ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് സത്യം ചെയ്യിക്കേണ്ട ഗതികേട് വരെ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്.
അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരൻ്റെ പ്രധാനപ്പെട്ട വക്താവായ രമേശ് ചെന്നിത്തലയ്ക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. വസ്തുതകൾ നേരെ തിരിച്ചായിട്ടും ഡീൽ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന നിങ്ങളുടെ ഒരു തൊലിക്കട്ടി അപാരം എന്ന് തന്നെ പറയാൻ കഴിയും.